നമസ്കാരം. കസ്റ്റഡി മർദ്ദനവും അത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സ്ഥാനക്കയറ്റവും സംരക്ഷണവും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും കസ്റ്റഡി മർദ്ദനം നടത്തുകയും ചെയ്ത് നിരവധി ഉദ്യോഗസ്ഥരാണ് LDF സർക്കാരിന്റെ 9 വർഷങ്ങളിൽ സ്ഥാനക്കയറ്റം നേടി നിർണായക തസ്തികയിൽ ജോലി ചെയ്യുന്നത്. സാധാ കോൺസ്റ്റബിൾ മുതൽ IPS വരെ ഇങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുത്ത് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഞെട്ടിച്ചത് കൊല്ലത്ത് മാധ്യമപ്രവർത്തകൻ VB ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്ന മുൻ DYSP N അബ്ദുൾ റഷീദിന് IPS കൊടുത്തതാണ്. 2 തവണ UPSC അൺഫിറ്റ് എന്ന് കണ്ട് നിരസിച്ച സർക്കാർ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നിഷേധിച്ച അബ്ദുൾ റഷീദ് ഒരു സുപ്രഭാതത്തിൽ IPSകാരനായി. സംസ്ഥാന സർക്കാരിലെ തന്നെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം ഡൽഹിയിൽ തമ്പടിച്ചാണ് റഷീദിന് IPSന് കളമൊരുക്കിയത്. ഉണ്ണിത്താൻ വധശ്രമ കേസിൽ CBI അറസ്റ്റ് ചെയ്ത അബ്ദുൾ റഷീദ് 90 ദിവസമാണ് റിമാൻഡിൽ കഴിഞ്ഞത്. ഇയാൾക്കൊപ്പം പ്രതിയായിരുന്ന DYSP സന്തോഷ് നായർ ഇപ്പോഴും സേനയ്ക്ക് വെളിയിലാണെന്നതും ശ്രദ്ധേയമാണ്. 4 ക്രിമിനൽ കേസുകളാണ് റഷീദിനെതിരെ ഉണ്ടായിരുന്നത്. അത്ഭുതമെന്ന് തന്നെ പറയണം. 4 കേസുകളിലും ഇയാൾ വിചാരണ കൂടാതെ ഒഴിവാക്കപ്പെട്ടു. ഉണ്ണിത്താൻ വധശ്രമ കേസിൽ വിചാരണ കൂടാതെ ഇയാളെ കുറ്റവിമുക്തനാക്കിയ നടപടി ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ 4 റിവിഷൻ പെറ്റീഷൻ നിലനിൽക്കുമ്പോഴായിരുന്നു സർക്കാർ IPSന് വേണ്ടി ഒത്താശ ചെയ്തത്. മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറായിരുന്ന VB ഉണ്ണിത്താനെ കൊട്ടേഷൻ കൊടുത്ത് വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള N അബ്ദുൾ റഷീദിന് IPSന് പരിഗണിക്കരുതെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിന് CBI തിരുവനന്തപുരം യൂണിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ഇന്റലിജൻസിനുമെല്ലാമായി അയച്ച ഈ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഇയാൾക്ക് IPS കൊടുത്തത്. 2 തവണ UPSC അൺഫിറ്റ് എന്ന വിധി എഴുതിയ അബ്ദുൾ റഷീദിനെ ഒരു സുപ്രഭാതത്തിൽ ഫിറ്റാക്കിയത് വഴിവിട്ട ഇടപെടലുകൾ കൊണ്ടാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഉണ്ണിത്താൻ വധശ്രമ കേസിൽ CBI കോടതി വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കിയതാണ് റഷീദിനെ. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന സംശയത്തെ തുടർന്ന് ഈ കേസിൽ സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്ന കൊല്ലത്ത് നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ G ബിബിനൻ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകി. ആക്രമിക്കപ്പെട്ട ഉണ്ണിത്താനോ കേസ് അന്വേഷിച്ച് CBI തിരുവനന്തപുരം യൂണിറ്റോ പോലും ചെയ്യാതിരുന്ന കാര്യമാണ് വിപിനൻ ചെയ്തത്. കോടതിയിൽ ഹർജി വന്ന സ്ഥിതിക്ക് തങ്ങൾ സംശയിക്കപ്പെടുമെന്ന് വന്നപ്പോഴാണ് ഉണ്ണിത്താനും CBI തിരുവനന്തപുരം യൂണിറ്റും റിവിഷൻ പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇതിനിടയിലുള്ള സമയം റഷീദിന് ധാരാളമായിരുന്നു. അയാൾ കേരള പോലീസിൽ തിരിച്ചു കയറി. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയിരുന്ന പ്രൊമോഷൻ പിടിച്ചു വാങ്ങി SP ആയി. ഒടുവിൽ IPSലുമെത്തി. ഇതെല്ലാം തെളിയിക്കുന്നത് റഷീദിന്റെ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള അപ്രമാദിത്വവും പിടിപാടുമാണ്. IPS കൺഫേം ചെയ്തവരുടെ ലിസ്റ്റ് പുറത്തു വരുന്നതിന് 5 ദിവസം മുൻപ് വരെ കേരള സർക്കാരുകൾ അൺഫിറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്ത അബ്ദുൾ റഷീദ് എങ്ങനെയാണ് അവസാന നിമിഷം പട്ടികയിൽ കയറിക്കൂടിയത്? വധശ്രമം അടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അബ്ദുൾ റഷീദ് കേരള പോലീസ് SPI സ്ഥാനക്കയറ്റം നേടിയതും ഇങ്ങനെയായിരുന്നു. DYSPമാരുടെ പ്രൊമോഷൻ ലിസ്റ്റ് വന്നപ്പോൾ ആദ്യം റഷീദിന്റെ പേരില്ലായിരുന്നു. വേറെ 8 പേർക്കായിരുന്നു പ്രൊമോഷൻ. എന്നാൽ അവസാന നിമിഷം 8A എന്ന ഉപനമ്പർ സൃഷ്ടിച്ച് ഇയാളെ തിരികെ കയറ്റുകയായിരുന്നു. CPM നേതൃത്വത്തിലുള്ള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇയാൾ ഉണ്ണിത്താൻ വധശ്രമ കേസിൽ അകപ്പെട്ടത്. അതിനുശേഷം ജയിൽവാസവും സസ്പെൻഷനും ഒക്കെയായി കഴിഞ്ഞിരുന്ന ഇയാൾക്ക് തുണയായതും CPM ബന്ധമായിരുന്നുവെന്ന് പറയുന്നു.